ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉച്ചക്ക് ഒറ്റ പണിയും കഴിയാണ്ടിരിക്കുമ്പോൾ തന്നെ ആമാമ വിളിച്ചിട്ട് പറഞ്ഞു വേഗം മാറ്റിക്ക് നമുക്കൊന്ന് ബീച്ച് പോയി. പിന്നെ ഞങ്ങൾ നോ പറയാൻ നിന്നില്ല, വേഗം പണി. മാമനും ആമാമയും ബാക്കിയുള്ള കസിൻസും കൂടെ വന്നപ്പോൾ ഞങ്ങൾ യാത്ര. ഓ അൽഹംദുലില്ലാ, ഉറങ്ങുമ്പോഴെങ്കിലും ഒരു സ്നേഹത്തിൽ കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കാണാൻ ഫുൾ ടൈം കീരിയും. എന്താന്ന് അവൾക്കൊരു വിചാരം, തലക്ക് എടുക്കാൻ കൈയൊക്കെ സ്റ്റാൻഡ് എടുത്തിട്ടൊക്കെ ഇടുന്നുറങ്ങണം. ഇവൻ പിന്നെ മെല്ലെ എന്റെ മടിയിലേക്ക് ഇടുന്നു. ഇവര് പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ദിവസം തന്നെ പോയത്. ഇവിടെ പരിപാടി എടുക്കുന്ന കാര്യം നമ്മളറിയില്ല, അവിടെ എന്തോ ഒരു വലിയ പരിപാടി ഉണ്ട്. എന്തായാലും വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ കാര്യം സ്വാഹ. പിന്നെ ലാസ്റ്റ് എവിടോ അവസാനം നമുക്കൊരു പാർക്കിംഗ് കിട്ടി. രണ്ടിനെയും മെല്ലെ ഉറക്കത്തുനിന്ന് വിളിച്ചു നിർത്തി. വണ്ടി എവിടോ നിർത്തിയതിനെ കൊണ്ട് തന്നെ ഒരു ലോഡ് നടക്കാനുണ്ടായിരുന്നു. അടുക്കത്തെ സ്മെല്ലിന് മക്കളെ. ഫൈനലി ഒരു ലോഡ് നടന്നതിന് ശമ്പളം. ഈ മൊയ്ന്താണെങ്കിൽ എല്ലാ പശുക്കളെയും കാണിച്ചു തന്നിട്ട് എന്നോട് പറയാ പുഫോ അത് കൈതയാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. മൊയ്ന്താണ് അല്ലെങ്കിൽ എന്റെ ബുദ്ധി ഒന്നും വരെ കിട്ടി. വെള്ളം കണ്ടപ്പോ പിന്നെ എല്ലാരും അങ്ങോട്ടേക്ക് ഓടി. ഞാൻ പിന്നെ വെള്ളത്തിന്റെ ഓവർ പോകില്ല, ബിക്കോസ് എനിക്ക് പേടി. നമ്മളുണ്ടായിരുന്നത് ഷോപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്തേനും. പിന്നെ നമ്മള് ഷോപ്പുള്ള സ്ഥലത്തേക്ക് പോയി ബീച്ചിൽ പോയിട്ട് ഉപ്പിലിട്ട് തിന്നാൽ അവിടുന്ന് പോരാൻ തോന്നൂല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മള് പിണറായി വിജയനാണ്. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ക്രൗഡ് നടക്കാൻ കഴിയും. ഇതാണ് നമ്മളെ വില്ലാളി വീരൻ ഡിങ്കൻ. ഓനാണെങ്കിലോ ഞാനത് കൊഞ്ചിച്ചപ്പോ ഓനെയറില്ല. വാ. പിന്നെ നമ്മള് നേരെ ഓരോ ഐസ്ക്രീം തിന്നാൻ വേണ്ടി. പക്ഷെ ആദ്യം പറഞ്ഞു നിങ്ങളെല്ലാരും വാങ്ങിയിട്ട് ലാസ്റ്റ് മതി നിൽക്കുന്ന. പിന്നെ ഒരു കേട് വന്നിട്ട് ഇൻസ്റ്റയില് വീഡിയോ ഇടുന്ന ആളല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിൽ ലഡ്ഡു പൊട്ടി. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം സരോവരത്തിലൊന്നുമല്ല, ബീച്ചിൽ തന്നെയാണ്. മഴയതിപ്പോ കൊടെടുത്തതാണ്. പിന്നെ പോപ്കോൺ നിന്ന് മഴ. പിന്നെ നമ്മൾ വിചാരിച്ച് പൊരിക്കടി വാങ്ങാന്ന്. കുറച്ച് ആൾക്കാർ പയമ്പൊരി വാങ്ങി, കുറച്ച് ആൾക്കാർ മുട്ടബജി വാങ്ങി. പയമ്പൊരി മധുരം കൊല്ലലേക്ക്. രാത്രിയായപ്പോ ഇവർ പറഞ്ഞു ഇവർക്ക് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങണം. അപ്പൊ ഒരു പോയി. പിന്നെ നമ്മളവിടെ കുറച്ചു നേരം കൂടെ കളിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനും വേണ്ടിട്ട് വന്ന അറബി മജ്ലിസിലേക്ക്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തി. പിന്നെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ കണ്ണു മൂക്കൂലല്ലോ, വേഗം തിന്നു. അങ്ങനെ ഫുഡും കഴിച്ചു കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഒറ്റക്കെടുത്താൻ കിടക്കണം. എല്ലാരും ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങളെ യാത്ര വീണ്ടും തുടങ്ങി വീട്ടിലേക്ക്. എല്ലാരും ഒരു വിധമായിട്ടുണ്ടായിരുന്നു, നല്ല ടയർഡായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. അപ്പൊ ഓക്കെ ബൈ ഗൈസ്, ഇന്ന് ഇത്രേ ഉള്ളൂ.